നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല. ഇത്രയും കാലം പെറ്റമ്മ ആരാണെന്ന് അറിയില്ല എന്നുള്ള സങ്കടമായിരുന്നു. എന്നിട്ട് അറിഞ്ഞപ്പോഴോ അതൊന്നും പുറത്തു പറയാനുള്ള അവകാശമില്ല. ഇനി എന്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ പോലെ തന്നെ എന്നെ മകനെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് കൂടെ നടക്കാനുള്ള ആഗ്രഹവും ആ അമ്മയ്ക്ക് കാണില്ലേ? എല്ലാവരും ചേർന്ന് അത് നിഷേധിക്കല്ലേ? ഗൗതം പറയുന്നതെല്ലാം ശരിയാ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരല്പം സമയത്തെ സാവകാശം. പാർവതി അമ്മയെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു സമയം മാത്രമാണ് ഞാൻ ചോദിച്ചത്. എപ്പോ എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ പറ്റും? അത് പറ. എനിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് ഒരു ഗുളിക കൊണ്ടു കൊടുക്കണമെങ്കിൽ ഭാര്യയെ രഹസ്യമായിട്ട് പറഞ്ഞു വിടണം. എന്നെ നൊന്തു പ്രസവിച്ച അമ്മയുടെ കൂടെ ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചു പോയാൽ അത് മറച്ചു വെക്കാൻ ഒരു 100 കള്ളമെങ്കിലും പറയണം. ഇല്ല, നിർത്തി. ഇതോടെ എല്ലാം നിർത്തി. ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിച്ചു. ഈ നിമിഷം ഇപ്പൊ പോയി പാറുമ്മയുടെ എല്ലാം തുറന്നു പറയാൻ പോവാ. ഒന്ന് സമാധാനപ്പെട്. ഇല്ല, ഇനിയും എന്റെ പെറ്റമ്മയെ ദ്രോഹിക്കാനും അതിന്റെ പേരിൽ സങ്കടപ്പെടാനും എനിക്ക് വയ്യ. ഇപ്പൊ ഞാൻ ചെയ്യുന്നതും എന്റെ അച്ഛനെന്ന് പറയുന്ന ആള് എന്റെ അമ്മയോട് ചെയ്ത അതേ ദ്രോഹമല്ലേ? എന്റെ അമ്മ അയാൾ ഇന്ന് രക്ഷ നേടി ഒളിച്ചു നടക്കുന്നു. ഞാനാണെങ്കിലോ അമ്മ ആരാണെന്ന് അറിഞ്ഞിട്ടും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇനി എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞേ പറ്റൂ. ഇപ്പൊ തന്നെ ഇതെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞ അത് നിർമ്മല ആന്റിക്ക് പോലും ഇഷ്ടാവൂന്ന് തോന്നുന്നുണ്ടോ ഗൗതമിന്? ആദ്യം ഈ ദേഷ്യം ഒന്ന് കുറയ്ക്കും, എന്നിട്ട് ശാന്തമായിട്ടൊന്ന് ആലോചിക്കും. വന്നേ ഗൗതം, ഇങ്ങോട്ടിരുന്നേ. ഗൗതം, ഒരുപാട് നാള് നമുക്ക് ഈ രഹസ്യം നീട്ടിക്കൊണ്ട് പോകണ്ട. നമുക്ക് ആലോചിക്കാം. എന്നിട്ട് എല്ലാം എല്ലാവരോടും തുറന്നു പറയാനുള്ള ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു വഴി ആലോചിക്കാം. ഇവളുടെ വാക്ക് കേട്ട ജീവിതകാലം മുഴുവൻ എന്റെ പെറ്റമ്മയ്ക്ക് ഇങ്ങനെ ഒളിവിൽ കഴിയേണ്ടി വരും. ഇന്ന് തന്നെ എല്ലാം പാറുമ്മയിട്ട് തുറന്നു പറയണം. ഭഗവാനെ, ഇനി ഗൗതം എല്ലാം അറിഞ്ഞു കാണൂ. അവന്റെ ഓരോ വാക്കുകളിലും എനിക്കിപ്പോ പേടിയാ. ഗൗതം, വിഷമായോ? ഇല്ല. എങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാം. ഗൗതം, എങ്ങോട്ട് പോവാ? ഞാൻ പറഞ്ഞില്ലേ ഗൗതം, ഇപ്പോ അമ്മയോടൊന്നും ചെന്ന് പറയല്ലേ. ഇല്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്തു പോയി നിൽക്കട്ടെ. നീ ഫ്രഷ് ആയിട്ട് താഴേക്ക് വന്നാൽ മതി. നീ കഴിച്ചോ? ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. ഇപ്പൊ ഒന്നും വേണ്ട. നിധി ഫ്രഷ് ആകാൻ പോയിരിക്കുക. അവളോട് വരട്ടെ. അമ്മ ഇരിക്കെ.
എനിക്ക് അമ്മയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? എന്താ കാര്യം? അതിപ്പോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാതിരിക്കാനും ആവില്ല. ഞാൻ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ടെൻഷൻ ആവരുത്, വിഷമിക്കുകയും ചെയ്യരുത്. അത് തുറന്ന് പറയാതിരുന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തെ അത് ഒരുപോലെ ബാധിക്കും. ആ രഹസ്യം ഇനിയും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാനാവില്ല. എൻ്റെ പെറ്റമ്മ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിർമ്മലാമ്മയാണ് എൻ്റെ യഥാർത്ഥ അമ്മയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് ജന്മം നൽകിയത് ആരാണെന്ന് അമ്മയ്ക്കും നിധിക്കും എല്ലാം അറിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ ആ പ്രപഞ്ച സത്യത്തിനെ ഇപ്പൊ ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ അമ്മ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഈ പോറ്റമ്മയെ വിട്ട് ഞാൻ പൊയ്ക്കളയുന്നൊന്നും പേടിക്കണ്ട. എൻ്റെ ഈ പോറ്റമ്മയാണ് അടുത്ത കാലം വരെയും ഞാൻ എൻ്റെ പെറ്റമ്മയായിട്ട് കണ്ടത്. ഈ അമ്മയാണ് എന്നെ വളർത്തിയത്. ആ കടപ്പാട് എനിക്ക് ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല. നിർമ്മലാമ്മയാണ് എൻ്റെ അമ്മയെന്ന് ഞാൻ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് ഇനിയും ഈ പോറ്റമ്മയുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നിർമ്മലാമ്മയാണ് എൻ്റെ അമ്മയെന്നുള്ള സത്യം അമ്മയോട് മാത്രമല്ല, ഈ ലോകത്തോട് മുഴുവൻ എനിക്ക് വിളിച്ചു പറയണം. അമ്മേ, 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 അമ്മേ. എന്തിനാ ഗൗതം അമ്മയോട് സത്യം പറഞ്ഞത്? അത് കേട്ടിട്ടല്ലേ അമ്മ ബോധം കെട്ട് വീണത്. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാ തൽക്കാലം ഒന്നും അമ്മ അറിയിക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞത്. എന്നിട്ടും ഗൗതം അത് കേട്ടില്ലല്ലോ. അമ്മേ, അമ്മേ, അമ്മ, അയ്യോ അമ്മേ, അമ്മ എഴുന്നേക്ക്. അമ്മേ, അമ്മ, അമ്മ.